പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈം പോയിൻ്റായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഷിംജിത എന്ന് പറയുന്ന സ്ത്രീ ഇയാളെ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല, ഒരു അപരിചിതനാണ്, ആരാണെന്ന് പോലും അറിയില്ല ഷിംജിതയ്ക്ക്. അങ്ങനെ അറിയാത്ത ഒരു മനുഷ്യന് നേരെ എന്തിനാണ് ഷിംജിത വീഡിയോ ഇടുന്നത് എന്നുള്ളതാണ് ചോദ്യം അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ. നമ്മുടെ ഈ കള്ളന്മാരുണ്ടല്ലോ, കള്ളന്മാർ ആരാണെന്ന് പോലും അറിയില്ല. ഒരു പണക്കാരൻ്റെ വീട് കാണും, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ വീട് കാണും, ഓടി ചെന്ന് കയറും, സംഭവം അടിച്ചെടുത്തുകൊണ്ട് പോകും. നേരെ എന്ത് ചെയ്യും, അതിനകത്തിരിക്കുന്ന ഉരുപ്പടി എന്തായാലും ശരി, അതിനകത്ത് അങ്ങ് മോട്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ വക്കീലിൻ്റെ അടുത്ത് ഈ കേസ് വരുമ്പോൾ വക്കീൽ ആദ്യം ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത്, ഈ കള്ളനെ നിങ്ങൾക്ക് നേരിട്ടറിയാമോ? അപ്പോൾ കള്ളൻ പറയും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ ഇയാൾ നിരപരാധി. കാരണം ഈ മോഷ്ടിക്കാൻ കയറിയ വീട്ടിലുള്ള ആളെ കള്ളൻ അറിയില്ല. കള്ളൻ അങ്ങനെ അറിയാത്തിടത്തോളം കാലം എന്താണ്, കള്ളനും ഇയാളെ നേരിട്ടറിയാത്തിടത്തോളം ഇയാളെ വീട്ടിൽ മോഷ്ടിക്കേണ്ട ആവശ്യം കള്ളനില്ല എന്ന് ചിലപ്പം വക്കീൽ പറഞ്ഞേക്കും. ഇനി വക്കീലിന് വേറൊരു വാദമുണ്ട്, കള്ളൻ്റെ കയ്യിൽ മോഷണ മുതലുണ്ടല്ലോ, അത് കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഇനി മോഷണ മുതലില്ല എന്ന് വെക്കുക. അതായത് ഒരു കള്ളൻ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ ആ വീട്ടുകാരുണർന്നു, കള്ളൻ എണീച്ച് ഓടി രക്ഷപ്പെട്ടു. വീട്ടുകാർ ഇവനെ കണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം, ഇങ്ങനെ ഒരുത്തം വന്ന് കയറിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ. പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ സംഭവം കറക്റ്റായിട്ട് പോലീസ് പിടിക്കുമ്പോൾ കള്ളൻ്റെ വക്കീൽ പറയുകയാണ്, അല്ല കള്ളന് ഇവരുമായിട്ടൊരു ബന്ധമില്ല, കള്ളൻ എന്ന് പറയുന്നത് ഇയാളങ്ങ് ദൂരെ കിടക്കുകയാണ്, ഈ വീട് ഇങ്ങിവിടെയാണ്, അതുകൊണ്ട് ഇവിടെ വന്ന് കയറേണ്ട ഒരു ആവശ്യവും കള്ളനില്ല, കള്ളൻ ഈ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടൊരു ബന്ധവുമില്ല, അങ്ങനെ ബന്ധപ്പെട്ട വീട്ടിൽ മാത്രം കയറുന്ന കള്ളന്മാരാണ് ഇവിടെ മൊത്തം ഉള്ളത് എന്നാണ് വക്കീൽ പറയുന്നതെങ്കിൽ, ഈ കള്ളൻ്റെ വക്കീൽ പറയുന്നത് അത് എത്ര അധപതിച്ചൊരു നിലപാടായിരിക്കും എന്ന് ചുമ്മാ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.